കായംകുളം അഗ്നിരക്ഷാ നിലയത്തിൽ രക്തദാന ക്യാമ്പ് നടത്തി. കായംകുളം നിലയത്തിന്റെയും APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്ററിന്റെയും മാവേലിക്കര VSM ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കായംകുളത്തെ അഗ്നിരക്ഷാ നിലയത്തിന്റെയും APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്ററിന്റെയും മാവേലിക്കര VSM ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ കായംകുളം അഗ്നിരക്ഷാ നിലയത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ, കായംകുളം അഗ്നിരക്ഷാ നിലയത്തിലെ സിവിൽ ഡിഫൻസ് ആപ്തമിത്ര അംഗങ്ങൾ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ക്യാമ്പ് കായംകുളം സ്റ്റേഷൻ ഓഫീസർ ജെബിൻ ജോസഫ് രക്തദാനം നടത്തി ഉദ്ഘാടനം ചെയ്തു. കായംകുളം നഗരസഭാ ചെയർപേഴ്സൺ P. ശശികല അധ്യക്ഷയായി. ഉപഹാര സമർപ്പണവും ശശികല നിർവഹിച്ചു. ഡെങ്കിയൊക്കെ അങ്ങോട്ട് ഒരു 17 പേർക്ക് ഇപ്പം സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞു. എലിപ്പനി അതുപോലെ തന്നെ സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത്, കാരണം നമുക്കറിയാം നമ്മുടെ ഈ ഇവിടെയുള്ള ജീവനക്കാരും എല്ലാവരും വെള്ളത്തിനകത്തും ഒക്കെ തന്നെ പോകുന്നതാണ്. അപ്പോൾ അവർക്കൊരു മെഡിക്കൽ ക്യാമ്പ് അവിടെ നടത്തുക എന്ന് പറയുമ്പം ഏറെ ശ്ലാഘനീയം തന്നെയാണ്. പലപ്പോഴും നിങ്ങളുടെ സേവനങ്ങൾ ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം തന്നെ നല്ല രീതിയിൽ എന്നോടൊപ്പം സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് തന്നെ നമ്മുടെ ഡമ്മിങ് ഗ്രൗണ്ട്, നമ്മുടെ വേസ്റ്റുകളും ഒക്കെ കൊണ്ടിരുന്നതാണ്. ഒരുപാട് പ്ലാസ്റ്റിക്കുകൾ അടക്കം കിടക്കുന്ന പ്രദേശമാണ്. കുട്ടികൾ പടക്കം എറിഞ്ഞ് കളിച്ചാണ് ഒരു പടക്കം ചെന്ന് വീണ് വലിയൊരു തീപിടുത്തത്തിലേക്ക് വന്നതാണ്. പിന്നെ ആ പിള്ളേരും നാട്ടുകാരും എല്ലാം തന്നെ വെള്ളം കോരി ഒഴിച്ച് തീ ശമിപ്പിക്കാൻ പറ്റിയപ്പോഴത്തേക്ക് ഫയർഫോഴ്സിനെ വിളിക്കുകയും എത്തുകയും അങ്ങനെ തീ അണച്ചതുകൊണ്ടാണ് നമുക്കൊരു വലിയൊരു അപകടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. അത് നമ്മുടെ ഒരു വലിയ സേവനമാണ്. കാരണം അന്നേരം വന്നില്ലായിരുന്നു ഇത് കുമിഞ്ഞ് ഇത് കത്തി വലിയ ബ്രഹ്മപുരത്തിനെക്കാട്ടിൽ വലിയൊരു അപകടാവസ്ഥയിലേക്ക് മാറുമായിരുന്നു. ബ്രഹ്മപുരം എന്ന് പറയുമ്പം 5-6 ഏക്കർ, കുറേ ഏക്കർ സ്ഥലമാണ്. അതിൻ്റെ ചുറ്റുവട്ടത്തൊന്നും അധികം ആളുകളില്ല. പക്ഷേ എന്നിട്ട് പോലും കിലോമീറ്ററുകൾക്ക് അകലെയുള്ള ആളുകൾക്കാണ് ശ്വാസം മുട്ടലും മറ്റു അസുഖങ്ങളും ഒക്കെ ഉണ്ടായത്. ഇതിൻ്റെ നമ്മുടെ ഡമ്മിങ് ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ചുറ്റുവട്ടത്തെല്ലാം തന്നെ ജനനിബിഡമാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത തരത്തിലേക്ക് മാറുകയും നമ്മൾ വലിയൊരു അപകടത്തെ നേരിടേണ്ടി വരുമായിരുന്നു. പക്ഷെ നിങ്ങളുടെ സമയോചിതമായ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കത് ഒഴിവാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇപ്പം മഴക്കാലമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ വേനൽ കഴിഞ്ഞൊരു മഴ വന്നു. 2018 ഉണ്ടായ വെള്ളപ്പൊക്കത്തിനേക്കാൾ കൂടുതൽ വെള്ളമായിരുന്നു മലയം കനാലിൽ നിന്നും പല വാർഡുകളിലേക്കും കയറിയത്. പല വാർഡുകളിലും ആളുകളുടെ വീടിനകത്ത് കുരുങ്ങിപ്പോയി. അവരെ ഒന്ന് കരയ്ക്കെത്തിക്കാനും അതുപോലെ തന്നെ ക്യാമ്പ് തുടങ്ങി. ക്യാമ്പിലേക്കൊക്കെ എത്തിക്കാൻ തന്നെ പെട്ട പാട് നിങ്ങൾക്കും എനിക്കും അതുമായിട്ട് പ്രവർത്തിച്ച മിക്കവർക്കും അറിയാം. അഗ്നിരക്ഷാ നിലയം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ മണിയൻ, APJ അബ്ദുൽ കലാം സ്റ്റഡി സെന്റർ കോർഡിനേറ്റർ അൻസാർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. CDNet ന്യൂസ്, കായംകുളം.